ഇതാണോ നീ പറഞ്ഞ കക്ഷി? ഹലോ മാഡം, വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. എന്റെ മേത്ത് തൊടരുത് കൊരങ്ങൻ. എന്തോന്നേ ഇത്? ഇതിന് വട്ടുണ്ടോ? പിന്നെ നീ തമ്പുരാട്ടി തൃപ്പൂണിത്തറ എന്നൊക്കെ പറഞ്ഞതോ? നീ വാ. ഞാൻ പറഞ്ഞ സത്യമാണ്. നമുക്ക് ഭ്രാന്താണ്. ചങ്ങലക്കിട്ടിരിക്കുന്ന എവിടുന്നോ പൊട്ടിച്ചോണ്ട് വന്നാ. നീ എനിക്കൊരു 500 രൂപ സഹായിച്ചാല് ഞാൻ ഈ ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? സിംഗപ്പൂര് പോയിട്ട് നീ എനിക്ക് മണി ഓർഡർ അയച്ചു തരാമെന്നല്ലേ? അങ്ങനെ അയച്ചു തരുമ്പോ ഒരു 500 രൂപ കുറച്ച് നീ എനിക്ക് അയച്ചാൽ മതി. അല്ലാണ്ട് കണ്ട പ്രാന്തി പെണ്ണിന് കൊടുക്കാൻ 10 പൈസ തരില്ല. നീ കൂടെ ഞാൻ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ? എന്താ പിന്നെ ഒരു കാര്യം, ഇന്ന് രാത്രി നീ ഇവിടെ കിടത്ത. എന്നിട്ട് വേണം വല്ല വെട്ടുകത്തിയും കോടാലിയും എടുത്ത് അവളെ എന്റെ വടലേക്ക് വെട്ടാൻ. നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി വയ്യാവേലി കൂടെ ഞാൻ പൂച്ച പറ്റിയല്ലോ. നീ എന്ത് പറഞ്ഞാലും ശരി, ഇന്ന് രാത്രി ഇവിടെ താമസിപ്പിച്ചേ പറ്റൂ. നാളെ രാവിലെ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. ശരി, സൂക്ഷിക്കണേ. അതൊന്നും നിന്നാ മതി. മക്കൾ എവിടെ? ഞാൻ പോയിട്ട് അപ്പവും മുട്ടയും വാങ്ങിച്ചോണ്ട് വരാം. വേഗം മേടിച്ചോണ്ട് കൊണ്ടേ, ഇല്ല നിന്റെ പ്രാവിനെയൊക്കെ അവള് വിഴുങ്ങും. 2 മതിയോ? ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വരെ ആനമുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? പിന്നെ പ്ലാൻസും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. പല്ലുവലി കണ്ട് ഗുളിയും കൂടെ മേടിച്ചോ. കൊരങ്ങല്ലോ അവൻ ലോ ലവൻ വലിയ ഏറുവന്നു.